1945 അതായത് വേൾഡ് വാർ 2 അവസാനിച്ചതോടുകൂടി യൂറോപ്യൻ എക്കണോമി മൊത്തത്തിലൊന്ന് ബൂം ചെയ്യുമായിരുന്നു. അപ്പം മൊബിലിറ്റിയിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തി എല്ലാ യൂറോപ്യൻ കൺട്രീസും ഇൻക്ലൂഡിങ് ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, UK ഓൾസോ പുതിയ പുതിയ ഓട്ടോമൊബൈൽ മാനുഫാക്ചറേഴ്സ് വരുന്നു. 2 വീലേഴ്സ് ആയാലും 4 വീലേഴ്സ് ആയാലും. നമ്മളിന്ന് പരിചയപ്പെടുത്തുന്ന 2 ബ്രിട്ടീഷ് ലെജൻഡറി ആയിട്ടുള്ള ബൈക്സ് ആണ്. ഇത് മാച്ച്ലെസ്, ഇത് AJ സ്റ്റീഫൻ. ഫോർ ദ ടൈം ബീങ് അതിൽ മാച്ച്ലെസ് എന്നുള്ള ബാഡ്ജിങ് മാത്രമേ ഉള്ളൂ. പക്ഷെ രണ്ടും 2 ബൈക്സ് ആണ്. ഒരേ കാലഘട്ടത്തിൽ ഒരേ രാജ്യത്ത് മാനുഫാക്ചർ ചെയ്ത വാഹനമാണ്. വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് വെലോസിറ്റി. ഇതിൻ്റെ ഓണറിൻ്റെ അടുത്തുനിന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ വിശദാംശങ്ങൾ കേൾക്കാം. മിസ്റ്റർ സഞ്ജു, നമ്മൾ നേരത്തെ ഇദ്ദേഹത്തിൻ്റെ വീഡിയോ ചെയ്തതാണ്, കവാസാക്കി KB100ൻ്റെ. കണ്ടിട്ടില്ലെങ്കിൽ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇത് വന്നിട്ട് 1953 AJS ആണ്. ഈ എംബ്ലം നോക്കണ്ട, ഞാൻ AJSൻ്റെ എംബ്ലം ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വന്നാൽ ഉടനെ ഈ എംബ്ലം റിപ്ലേസ് ചെയ്തതായിരിക്കും. 53 മോഡൽ AJS 16MS എന്നാണ് ഇതിൻ്റെ മോഡൽ നെയിം. ഇതിൻ്റെ സ്റ്റാർട്ടിങ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ, ആദ്യം നമ്മൾ എൻജിൻ ഓയിൽ അതാദ്യം ഓൺ ചെയ്യണം. അത് കഴിഞ്ഞ് പെട്രോളിൻ്റെ ഇത് മെയിൻ ടാങ്ക്, ഇത് ഓക്സിലറി ടാങ്ക് ഇത്. അത് കഴിഞ്ഞ് ഇലക്ട്രിക്കൽ സിസ്റ്റം ഓൺ ആക്കാനായിട്ട് ഇവിടെ ഇലക്ട്രിക്കൽ സിസ്റ്റം ഓണായി. ഇത് അഡ്വാൻസ് റിട്ടാർഡ് ലിവർ. ഇത് നമ്മൾ സ്റ്റാർട്ടിങ് പൊസിഷനിൽ ഇവിടെ ആണ് സ്റ്റാർട്ടിങ് പൊസിഷൻ. ഇത് DC ഡീകംപ്രഷൻ ലിവർ. ഇത് ചോക്ക്. ഇതിനകത്ത് ഈ ബൈക്കിനകത്ത് ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നത് അമാൽ മോണോബ്ലോക്ക് കാർബറേറ്ററാണ്. അമാൽ മോണോബ്ലോക്ക് വിത്ത് എയർ ഫിൽറ്റർ. ഈ അമാൽ മോണോബ്ലോക്കിന് വന്ന ചോക്കാണിത്. ഇത് എൻ്റെ കയ്യിൽ ഇതിൻ്റെ ഒറിജിനലായിട്ട് വന്നിരുന്ന പ്രീ മോണോബ്ലോക്ക് കാർബറേറ്റർ എൻ്റെ കയ്യിലിരിപ്പുണ്ട്. അത് ഫിറ്റ് ചെയ്യണം. സമയം കിട്ടിയില്ലാത്ത സമയം കിട്ടുമ്പോൾ അത് റിപ്ലേസ് ചെയ്യണം. അന്നേരം ചോക്ക് നിലവിൽ വർക്കിംഗ് അല്ല, കാരണം ഇതിപ്പം മോണോബ്ലോക്കാണ് ഇരിക്കുന്നത്. അതിൻ്റെ ചോക്ക് സിസ്റ്റം മാറ്റി വെച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഇപ്പം ബാക്കിയെല്ലാം ഇലക്ട്രിക്കൽ സിസ്റ്റം ഓണായി. ഇത് കറക്റ്റ് പൊസിഷനിൽ വെച്ചു. കിക്ക് ചെയ്യുന്നതിന് മുമ്പേ ഒന്ന് ഫീൽ ചെയ്യണം. അതിൻ്റെ റാച്ചറ്റ് ചെന്ന പൗളിൽ ലോക്ക് ചെയ്യുന്ന അവിടെ ഒന്ന് ഫീൽ ചെയ്ത് കഴിഞ്ഞിട്ട് അതൊക്കെ ഇപ്പം എനിക്ക് തോന്നുന്നൊരു 10-20 ദിവസം കൂടുതലായി ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട്. സിംഗിൾ കിക്ക്. എല്ലാവരും അമാൽ കാർബറേറ്റർ സ്റ്റാർട്ട് ചെയ്യാൻ ഭയങ്കര പാടാണ് എന്ന് പറയും. അതുകൊണ്ട് ഒത്തിരി പേര് അത് എൻഫീൽഡിൻ്റെ VM കാർബറേറ്ററിലോട്ട് മാറ്റും. പക്ഷേ അമാൽ കാർബറേറ്റർ നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിനൊന്നും ഒരു പ്രശ്നം വരത്തില്ല. ഇതിൻ്റെ കുറച്ച് നോട്ടബിൾ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ, അന്നത്തെ കാലത്ത് ടയർ പഞ്ചറായി കഴിഞ്ഞാൽ ഇത് ഇത് ഫ്രണ്ടിലത്തെ സ്റ്റാൻഡാണ്, ഫ്രണ്ട് വീലിൻ്റെ സ്റ്റാൻഡാണിത്. ഇവിടുന്ന് ഈ സ്ക്രൂ അഴിച്ച്, ഈ നട്ട് ബോൾട്ട് അഴിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റാൻഡ് ഇങ്ങോട്ട് താഴോട്ടിറക്കി, ഇത് പുറയിലത്തെ സ്റ്റാൻഡ് ഇടുന്ന പോലെ, അല്ലെ മിഡിൽ സ്റ്റാൻഡ് ഇടുന്ന പോലെ ഇതിങ്ങനെ ഫ്രണ്ടിലത്തെ സ്റ്റാൻഡിലോട്ട് കയറ്റി വെക്കാം. കയറ്റി വെച്ച് കഴിഞ്ഞാൽ ആ വീല് അഴിക്കാനായിട്ട് എളുപ്പമുണ്ട്. പിന്നെ വരുന്നത് ലെഫ്റ്റ് സൈഡിലാണ് ബ്രേക്ക്, റൈറ്റ് സൈഡിലാണ് ഗിയർ ഷിഫ്റ്റ്. പഴയ എൻഫീൽഡ് ബുള്ളറ്റ് പോലെ തന്നെ ആ കാലത്തെ എല്ലാ ബ്രിട്ടീഷ് ബൈക്കുകൾക്കും ആ സിസ്റ്റമായിരുന്നു. റൈറ്റ് സൈഡിൽ ഗിയർ ഷിഫ്റ്റിങ്ങും ലെഫ്റ്റ് സൈഡിൽ ബ്രേക്കിങ്ങും. ഗിയർ ന്യൂട്രൽ ഇൻഡിക്കേറ്റർ ഉണ്ട്. ന്യൂട്രൽ ഫൈൻഡർ ഇല്ല, ന്യൂട്രൽ ഇൻഡിക്കേറ്റർ ഉണ്ട്. പുറയിൽ വന്നിട്ട് ജാംപോട്ട്. ഇത് ജാംപോട്ട് മോഡലാണിത്. ഇതിന് മുമ്പ് വന്നിരുന്നതിന് റിജിഡ് മോഡൽ എന്ന് പറയും. ഇത് ഈ മോഡലായപ്പോഴേക്കും പുറയിൽ ഷോക്ക് അബ്സോർബിങ്ങിന് ജാംപോട്ട് കൊടുത്തു. അതുകൊണ്ടാണ് ഇതിന് ജാംപോട്ട് എന്ന് പറയുന്നത്. അമാൽ കാർബറേറ്റേഴ്സ്, അമാൽ മോണോബ്ലോക്ക് കാർബറേറ്റേഴ്സ്.
ഇതിന് ശരിക്കും വന്നിരുന്നത് അമാൽ പ്രീ മോണോബ്ലോക്കാണ്. അതും എൻ്റെ കയ്യിലിരിപ്പുണ്ട്. അത് സെറ്റ് ചെയ്ത് ഒന്ന് പിടിപ്പിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. അതും കൂടെ പിടിപ്പിച്ചു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ബൈക്ക് ഈസ് പീരിയഡ് കറക്റ്റ് ആൻഡ് ഒറിജിനൽ. വേറെ ഒന്നും ഇതുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. വേറെ ഈ എംബ്ലം ഓഫ് കോഴ്സ് അത് മാറ്റണം, AJSൻ്റെ എംബ്ലം ആക്കണം. അത് കഴിഞ്ഞാൽ പീരിയഡ് കറക്റ്റ് ആക്കി അഡ്വാൻസ് റിട്ടാർഡ് മാഗ്നെറ്റോ മോഡൽ ഇപ്പോഴും ഞാൻ 6 വോൾട്ട്സ് ആയിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഈ ബൈക്ക് ഇപ്പോഴും 6 വോൾട്ട്സ് സിസ്റ്റമിലാണ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. മാഗ്നെറ്റോ വർക്കിംഗ് ആണ്. പുറകിലത്തെ ടയർ ഊരണമെങ്കിൽ ഇത് ശ്രദ്ധിച്ചാൽ അറിയാം. ഇത് മഡ്ഗാർഡ് വന്നിട്ട് ഇങ്ങി വരെ ഉണ്ട്. അതുകൊണ്ട് പുറകിലത്തെ ടയർ ഊരണമെങ്കിൽ ബൈക്ക് ഒത്തിരി ചെരിക്കണം. അതുകൊണ്ട് അന്നത്തെ കാലത്ത് അവർ തന്നിരുന്ന ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഈ 2 നട്ട് ബോൾട്ട് ഊരിക്കഴിഞ്ഞ് ഈ നട്ട് ബോൾട്ട് ഊരിക്കഴിഞ്ഞാൽ മഡ്ഗാർഡ് ഇങ്ങനെ പൊക്കിയെടുക്കാം. പൊക്കി വെച്ച് കഴിഞ്ഞാൽ ആ ടയർ അവിടുന്ന് ഊരാനായിട്ട് എളുപ്പമുണ്ട്. അങ്ങനത്തെ കുറച്ച് ഡിഫറൻസസ് ആണ് ഈ AJS, മാച്ച്ലെസ്, BSA ഇതിനൊക്കെ ബുള്ളറ്റുമായിട്ട് ഉണ്ടായിരുന്നത്. അതുപോലെ ടാങ്കിൻ്റെ ഇവിടെ വന്നിട്ട് ഇതിൻ്റെ ഒരു സിഗ്നേച്ചർ ഡിസൈനായിരുന്നു. ഈ ടാങ്ക് ഫില്ലിംഗ് ക്യാപ്പ് വന്നിട്ട് ഇച്ചിരി സൈഡിലോട്ടാക്കിയിരുന്നു. ഒരു സിഗ്നേച്ചർ ഡിസൈനായിരുന്നു ഈ ബൈക്കുകളുടെ AJSനും മാച്ച്ലെസ്സിനും. ഞാനൊരു ത്രോട്ടിൽ ലോക്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഒറിജിനലായിട്ട് വന്ന ത്രോട്ടിൽ ലോക്ക് പണ്ടത്തെ എൻ്റെ കയ്യിലിരിപ്പുണ്ട്. ഇതിപ്പോൾ ഒരു ലേറ്റസ്റ്റ് സാധനം ഫിറ്റ് ചെയ്തതാണ് ത്രോട്ടിൽ ലോക്ക്. കാരണം ഈ ബൈക്കിന് അന്നത്തെ കാലത്ത് വേറെ ലോക്ക് വന്നിട്ടില്ല, ഹാൻഡിൽ ലോക്ക്. ഇന്ന് ഇപ്പോഴത്തെ ബൈക്ക് വരുന്ന പോലത്തെ ഹാൻഡിൽ ലോക്കോ അങ്ങനെയൊന്നും വന്നിട്ടില്ല. അന്ന് ആകപ്പാടെ ബൈക്ക് ലോക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നെങ്കിൽ ഇതുപോലെ പണ്ടത്തെ SDLലും ജാവയിലും ഒക്കെ ചെയ്തിരുന്ന പോലെ ഒരു പൂട്ട് ഇട്ട് ലോക്ക് ചെയ്യണം. നമ്മുടെ ഈ പഴയ വീടുകളൊക്കെ പൂട്ടിയിരുന്ന പോലെ താഴിട്ട് പൂട്ടണം, അല്ലെങ്കിൽ ഹാൻഡിൽ ലോക്ക്. ഞാനിപ്പോൾ ഒരു ഹാൻഡിൽ ലോക്കാണ് പിടിപ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ബാറ്ററി 6 വോൾട്ട്സ് ബാറ്ററിയാണ് വന്നിരിക്കുന്നത്. ഇതാണ് ബാറ്ററി കേസ്. ഇത് നമ്മുടെ കേരളത്തിലുള്ള ഒരാൾ ബൈ ഹാൻഡ് വുഡിൽ ചെയ്ത് തന്നതാണ്. അതിൻ്റെ ആ ഷേപ്പ് വീഡിയോയിൽ എന്തുമാത്രം കാണാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ ഇതൊരു കോൺകേവ് ഷേപ്പാണ്. നല്ല രസമായിട്ട് പുള്ളി കംപ്ലീറ്റ് വുഡിൽ ചെയ്തു തന്നിട്ടുണ്ട്. ഇത് ബാക്കി എന്ത് പെയിൻ്റ് അടിച്ചാലും ഞാൻ ഇത് വുഡിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഇതിൻ്റെ ബ്രിട്ടീഷ് ബൈക്സിൻ്റെ വന്നിട്ട് ഓയിൽ സമ്പിനകത്തല്ല തോന്നിയിരിക്കുന്നത്. ഇതിൻ്റെ സൈഡ് ഈ ടാങ്കിനകത്താണ് ഓയിൽ വരുന്നത്. ഇത് ഇവിടുന്ന് പൈപ്പ് വഴി പോയിട്ട് ഹെഡിൻ്റെ അവിടെ ചെന്ന് തിരിച്ച് റിട്ടേൺ വരും. അത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട് ക്യാപ്പ് ഊരിയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഓയിൽ ഡ്രിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാണാം. ഇതിൻ്റെ ഇവിടെ നോക്കിയാൽ അറിയാം, ഒരു ഈ കൊടുത്തിരിക്കുന്നത് നമ്മുടെ സൈഡ് കാർ അറ്റാച്ച് ചെയ്യാനുള്ള സിസ്റ്റമാണ് ഇത് ഇവിടെ വരുന്നത്. സൈഡ് കാറിൻ്റെ ഒരു റോഡ് ഇതിനകത്തോട്ട് അറ്റാച്ച് ചെയ്യും. മറ്റേത് പുറകിലത്തെ ഫുട്രസ്റ്റിൻ്റെ അവിടെ അറ്റാച്ച് ചെയ്യും. അത് കഴിഞ്ഞാൽ നേരെ സൈഡ് കാർ വളരെ ഈസി ആയിട്ട് ഇത് ബൈക്കിൽ അറ്റാച്ച് ചെയ്യാം. ഇതൊക്കെയാണ് ഈ ബൈക്കിൻ്റെ വിശേഷം. AJSും മാച്ച്ലെസ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വളരെ മൈന്യൂട്ട് ഡിഫറൻസസേ ഉള്ളൂ. ഇതിൻ്റെ മെയിനായിട്ട് ഈ ക്യാം കവർ, അതിൻ്റെ ഡിഫറൻസ്. പിന്നെ ഇവിടെ ഒരു ഫോർക്കിനൊരു ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. അതിൻ്റെ ആ ഷേപ്പ് കണ്ടാൽ അറിയാം. ആ ഫോർക്കിൻ്റെ ഈ ഫോർക്കിൻ്റെ ഷേപ്പ് നോക്കിയറിയാം ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. അത് അല്ലാതെ വേറെ മേജർ ഡിഫറൻസസ് ഒന്നും ഈ മാച്ച്ലെസ്സും AJSും തമ്മിലില്ല. ഇതാണ് 2 മേജർ ഡിഫറൻസസ് ഈ മാച്ച്ലെസ്സിലും AJSും വന്നിട്ട്. ഇത് വന്നിട്ട് മാച്ച്ലെസ് G3L എന്ന് പറയുന്ന മോഡലാണ്. അത് AJS 16M എന്ന് പറയുന്ന മോഡലാണ്. അതിൻ്റെ ഇത് പീരിയഡ് കറക്റ്റ് ലുക്ക്. ഈ 2 ബ്രിട്ടീഷ് ലെജൻസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതിൽ ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമായത്? മാച്ച്ലെസ് ആണോ AJS ആണോ? അതും കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ബ്രിട്ടീഷ് വാഹനങ്ങൾ ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക.
ഇനി മറ്റൊരു വീഡിയോയുമായി എത്തുന്നവരെ സ്റ്റേ ട്യൂൺ. ഹാപ്പി മോട്ടറിംഗ്.